CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും ഭാഷാ നിലവാരത്തിന് പറ്റിയ ജീവനക്കാരെയാണ് ഇപ്പോൾ നിയമസഭയിൽ സുരക്ഷാ ജീവനക്കാരായി നിയോഗിച്ചിരിക്കുന്നത്. അത് വീണ്ടും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. നിയമസഭാ വളപ്പിൽ വെച്ച് ഒരു വാച്ച് ആൻഡ് വാർഡിൽ നിന്ന് നേരിട്ട അനുഭവം രസകരമായിട്ടാണ് മുൻ മന്ത്രിയും MLA-യുമായ ഭരണപക്ഷത്തെ മാത്യു തോമസ് വിവരിച്ചത്. പക്ഷേ സ്വന്തം മുന്നണിയെ തന്നെ ഇങ്ങനെ അവഹേളിക്കുന്ന ഒരു MLA-യെ ഇതുവരെ കണ്ടിട്ടില്ല. തൻ്റെ ഔദ്യോഗിക വാഹനം നിയമസഭയിൽ പാർക്ക് ചെയ്തപ്പോഴൊരു അനുഭവമാണ് മാത്യു തോമസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്. പക്ഷേ ഭരണകക്ഷി MLA-ക്ക് പോലും നിയമസഭയ്ക്കുള്ളിൽ ഒരു ഗതിയുമില്ല, രക്ഷയുമില്ല എന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. ഇവിടെ MLA-മാരുടെ വാഹനങ്ങൾ മാത്രമേ പാർക്ക് ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് വാച്ച് ആൻഡ് വാർഡ് അംഗം ഓടി വന്ന് മാത്യു തോമസിനോട് പറഞ്ഞത്. നിയമസഭാ അംഗങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോൾ MLA-മാരുടെ വാഹനങ്ങൾ മാത്രമേ പറ്റൂ എന്നായിരുന്നു മറുപടി. മാത്യു തോമസിൻ്റെ കാറിൽ എഴുതിയിരുന്നത് MLA എന്ന് ആയിരുന്നില്ല, നിയമസഭാംഗം എന്നായിരുന്നു. MLA എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലേ ഒരു ഗമയാകുമെന്ന് പലതവണ ഡ്രൈവർ വിഷ്ണു പറഞ്ഞിട്ടുള്ളത് എത്ര ശരിയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ താൻ ഇതിങ്ങനെ പോകട്ടെ എന്ന് തീരുമാനിക്കുന്നു എന്ന് തോറ്റു തുന്നമ്പാടി കുറിച്ച് മാത്യു തോമസ് പിൻവാങ്ങുകയും ചെയ്തു. ഇതാണ് ഒരു ഭരണകക്ഷിയിൽപ്പെട്ട MLA ഗതിയെങ്കിൽ മറ്റ് സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താകും ഈ സർക്കാരിൻ്റെ കയ്യിൽ, സർക്കാരിൻ്റെ ജീവനക്കാരുടെ കയ്യിൽ?